ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ സോണിയ ജിനോസ്. ഇന്ന് വെറൈറ്റി ആയിട്ട് ഒരു കുട്ടനാടൻ സ്റ്റൈലിലെ ഒരു താറാവ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും വീട്ടിലൊന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ ടേസ്റ്റി, എൻ്റെ ഗ്യാരൻറ്റി. അപ്പോൾ ഞാനിവിടെ രണ്ട് താറാവ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ അതിന് വേണ്ട സബോള, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവയെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം ഒരു കുക്കർ അടുപ്പയിലേക്ക് വെക്കുക. കുക്കർ അടുപ്പയിൽ വെച്ചതിന് ശേഷം നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് സബോള വഴറ്റാനിടാം. സബോള വഴറ്റാനിടുമ്പോൾ നമുക്കതിലേക്കൊരല്പം ഉപ്പ് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ബാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, പച്ചമുളക് എന്നിവയെല്ലാം കൂടി ചേർത്ത് അതും കൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്നത്, പേസ്റ്റാക്കിയല്ല വെച്ചിരിക്കുന്നത്, ചതച്ചാണ് വെച്ചിരിക്കുന്നത്. ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി അങ്ങോട്ട് ചേർത്ത് അല്പം കറിവേപ്പിലയുമായിട്ട് നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്ത്, അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്ന താറാവുണ്ട്. നല്ല തൊലിയോടുകൂടിയ താറാവാണ്. അപ്പോൾ തൊലിയോടുകൂടിയുള്ള താറാവാകുമ്പോൾ കറിക്ക് ഇച്ചിരി കൂടെ നല്ല കൊഴുപ്പും നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ആ സബോളയിലേക്ക് നമ്മൾ കഴുകി ക്ലീനാക്കി വെച്ചിരിക്കുന്ന താറാവ് കൂടി ഇളക്കി നമുക്ക് അടുപ്പിലേക്ക് മൂടി കുക്കർ അടുപ്പിലേക്ക് വെക്കാം. ആ സമയം കൊണ്ട് നമുക്കതിലേക്ക് ചേർക്കാനുള്ള പേസ്റ്റ് തയ്യാറാക്കാം. പേസ്റ്റ് തയ്യാറാക്കാനായിട്ട് 2 താറാവിന് വേണ്ട മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി എന്നിവയെല്ലാം എടുത്ത് അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണയും വെള്ളവും കൂടി ചേർത്ത് അത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കുഴച്ചെടുക്കുക. അത് നന്നായിട്ടൊരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കുക. അപ്പം ആ പേസ്റ്റ് ആക്കിയതിന് ശേഷം നമുക്ക് ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കാം. പാത്രം അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ആ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന മസാലകളെല്ലാം കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആ മസാല ആ എണ്ണയ്ക്കകത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഞാനിതെല്ലാം മീഡിയം ഫ്ലെയിമിലിട്ടാണ് ചെയ്യുന്നത്. എന്തുവെന്നാൽ മസാല കരിഞ്ഞു പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്യുക. അത് നന്നായിട്ടൊന്ന് മൂത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം അപ്പോഴേക്കും നമ്മുടെ താറാവ് വെന്ത് കാണും. ഓരോരുത്തരുടെ വേവ് അനുസരിച്ച് വേവിച്ചെടുക്കുക. അത് വെന്തോന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ആ കുക്കറിൽ വെന്തിരിക്കുന്ന താറാവ് നമുക്ക് ആ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ചേർത്ത് അത് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ആ കറി ഒന്ന് ചെറുതായിട്ട് പറ്റി വരുമ്പോഴേക്ക് നമുക്കതിലേക്ക് 2ാം പാല് ചേർത്ത് കൊടുക്കാം. 2ാം പാല് ചേർത്ത് അത് വീണ്ടും തിളപ്പിക്കാൻ വെക്കുക. ഇതെല്ലാം ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ചെയ്യുന്നത്. അതിന് ശേഷം അതിലേക്ക് ഞാൻ അല്പം മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു. മല്ലിയിലയുടെ ഫ്ലേവർ എനിക്കിഷ്ടമാണ്, അതുകൊണ്ടാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇടുക, ഇല്ലെങ്കിൽ വേണ്ട, കറിവേപ്പില മാത്രം ചേർത്താൽ മതി. ആ സമയം കൊണ്ട് ഞാൻ ഒരല്പം പാലപ്പം 5-6 ചുട്ടെടുത്തിട്ടുണ്ട്. താറാവ് കറിയും പാലപ്പവും ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷനാണ്. അതിനുശേഷം അത് വറ്റി വരുമ്പോഴേക്ക് നമുക്ക് നന്നായിട്ട് പറ്റിയതിന് ശേഷം 1ാം പാല് ചേർത്ത് കൊടുക്കുക. അപ്പം 1ാം പാല് ചേർത്തതിന് ശേഷം അധികം ചൂടാക്കരുത്, തിളപ്പിക്കരുത്. തീ ഓഫ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് താളിപ്പ് തയ്യാറാക്കി ചേർത്ത് ഒഴിച്ചു കൊടുക്കാം. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള താറാവ് കറി റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ, ബൈ ബൈ.